സിംസൺ എന്ന ഭാവി പ്രവചിക്കുന്ന ഒരു കാർട്ടൂണിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1987 ആരംഭിച്ച ഒരു അമേരിക്കൻ അനിമേഷൻ പരമ്പരയാണ് ദ സിംസൺസ്. 700-ലധികം എപ്പിസോഡുകൾ കടന്ന് ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫോക്സ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ടി മാറ്റ് ഗ്രിയോണിംഗ് എന്ന വ്യക്തിയും കൂട്ടരുമാണ് ഈ കാർട്ടൂൺ നിർമ്മിക്കുന്നത്. അതിൽ പലപ്പോഴും ശ്രദ്ധേയമായിട്ടുള്ളത് ഭാവിയുമായി ബന്ധപ്പെട്ട് ഈ കാർട്ടൂൺ നൽകുന്ന ചില പ്രവചനങ്ങളാണ്. അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചിട്ടുണ്ട്. സിംസന്റെ 1993 എപ്പിസോഡിൽ കൊറോണ വൈറസിനെയും അതുമൂലം ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്നത് വെറും സാധാരണമായി നമ്മൾ കണ്ടെങ്കിലും അത് പിന്നീട് യാഥാർത്ഥ്യമാവുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ സിംസൺ നടത്തിയ ചില പ്രവചനങ്ങളാണ് ഈ വീഡിയോയിൽ. ലോകം ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് 2 മഹായുദ്ധങ്ങൾക്കാണ്. 1914 മുതൽ 18 വരെയുള്ള ഒന്നാം ലോക മഹായുദ്ധവും 1939 മുതൽ 45 വരെ ഉണ്ടായ രണ്ടാം ലോക മഹായുദ്ധവും. 1987 സിംസന്റെ ഒരു എപ്പിസോഡിൽ ഹോമർ എന്ന കഥാപാത്രം ഉറങ്ങിക്കിടന്ന തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തി വേൾഡ് വാർ 3 നടക്കുന്നു, വരൂ രക്ഷപ്പെടാം എന്നൊക്കെ പറയുന്നു. ശേഷം അവർ പരിഭ്രാന്തരായി ഓടുന്നത് ഈ എപ്പിസോഡിൽ കാണാനാകും. ഏകദേശം 37 വർഷങ്ങൾക്ക് മുൻപ് വന്നതാണ് ഈ എപ്പിസോഡെങ്കിലും ഇപ്പോൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ഇതിന് നല്ല സാമ്യമുണ്ട്. നമ്മുടെ ലോകം ഇപ്പോൾ സമാധാനത്തിലല്ല. അതുകൊണ്ട് തന്നെ ഒരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാകാം ഇപ്പോഴത്തെ നമ്മുടെ ലോകത്തിന്റെ ഈ അവസ്ഥ എന്ന് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറക്കുന്ന കാറെന്ന് കേൾക്കുമ്പോൾ തന്നെ രസകരമായി തോന്നാം. ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത്രയും വേഗത്തിൽ നമുക്ക് പറന്നെത്താൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് പറന്നു പോകാൻ കഴിയുന്ന കാറാണ് ഹോവർ കാർ. ഒരുപാട് സൈഫൈ ഫ്യൂച്ചറിസ്റ്റിക് സിനിമകളിൽ നമ്മൾ ഇവയെ കണ്ടിട്ടുണ്ടാകും. വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു എപ്പിസോഡിൽ സിംസൺ കുടുംബം പറക്കുന്ന കാറുകളിൽ സഞ്ചരിക്കുന്നതായി കാണാം. ഇന്ന് സാംസൺ സ്കൈ എന്ന കമ്പനി 2024 ഒരു പറക്കും കാർ വിപണിയിലെത്തിക്കാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഹോവർ കാറുകൾ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആവും ഭാവിയിൽ നമുക്ക് തരാൻ പോകുന്നത്. സിംസണിന്റെ 23-ാം സീരീസിലെ 17-ാം എപ്പിസോഡിൽ ഹോമർ എന്ന ക്യാരക്ടറിന് തന്റെ ജോലി നഷ്ടപ്പെടുന്നതായി കാണിക്കുന്ന ഒരു രംഗമുണ്ട്. കാരണം അയാളുടെ ബോസ് എല്ലാ മനുഷ്യ ജീവനക്കാരെയും മാറ്റി പകരം അവിടെ റോബോട്ടുകളെ കൊണ്ടുവരികയാണ്. AI-യും റോബോട്ടുകളും എങ്ങനെ മനുഷ്യ ജീവിതത്തിന് വലിയ ഭീഷണിയാകുമെന്നും അവ ജോലിസ്ഥലങ്ങളിൽ മനുഷ്യന് പകരമാകുമെന്നും അതുവഴി ലോകമെമ്പാടുമുള്ള തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുമെന്നും ഈ എപ്പിസോഡ് എടുത്തു കാണിച്ചു. ഇപ്പോൾ ഹെൽത്ത് കെയർ, പാക്കിംഗ്, ഷിപ്പിംഗ്, ഹോട്ടൽ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും റോബോട്ടുകളുടെ സാന്നിധ്യമുണ്ട്. ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ലാതെ മനുഷ്യനേക്കാൾ വേഗത്തിലും കൃത്യതയോടെയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ റോബോട്ട്സിന് കഴിയും. സിംസണിന്റെ ഒരു എപ്പിസോഡിൽ മനുഷ്യൻ ചൊവ്വയിലേക്ക് കുടിയേറുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഈ എപ്പിസോഡിൽ ഭൂമിക്ക് വെളിയിലുള്ള മറ്റൊരു ലോകത്തിലെ താമസക്കാരാകാൻ വോളണ്ടിയേഴ്സിനെ തേടുന്ന സർക്കാർ സ്കീമിനെ പറ്റി ലിസ സിംസൺ എന്ന ക്യാരക്ടർ മനസ്സിലാക്കുകയും കുടുംബത്തോടൊപ്പം അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതായി കാണാം. എന്നാൽ പോകുന്നതിന് ഒരു നിമിഷം മുന്നേ അവർ സഞ്ചരിക്കേണ്ട വാഹനം സ്റ്റാർട്ട് ആകാതിരിക്കുകയും ആ യാത്ര മുടങ്ങുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ആ എപ്പിസോഡ് അവസാനിക്കുന്നത് 2051 ചൊവ്വയിലെ ജീവിതം കാണിച്ചുകൊണ്ടാണ്. ലിസ, മാർജെ എന്നീ ക്യാരക്ടേഴ്സ് അപ്പോൾ ജീവിക്കുന്നത് ചൊവ്വയിലാണ്. ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമെന്ന് ഏകദേശം പറയാനാകും. കാരണം 10 ലക്ഷം ആളുകളെ ചൊവ്വയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഇലോൺ മസ്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം അറിയിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം സാധിക്കാനായി മസ്ക് സ്വന്തമായി ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ കമ്പനി തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. സീസൺ 11 17-ാം എപ്പിസോഡിൽ വിർച്വൽ റിയാലിറ്റി ഫുഡിനെ പറ്റി സിംസൺ പറയുന്നു. അവരുടെ VR ഹെഡ്സെറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ട്രോകളിലൂടെ വിർച്വൽ ഫുഡ് ആസ്വദിക്കുന്നതായും കാണാം. അക്കാലത്ത് ഈ എപ്പിസോഡിലെ രംഗങ്ങൾ സാധിക്കുക എന്നത് വിദൂരമായി തോന്നുമെങ്കിലും 2016 മാർച്ചിൽ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ പുറത്തിറങ്ങിയതോടെ അധികം താമസിയാതെ ഇതും സാധ്യമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ വിർച്വൽ റിയാലിറ്റി ഗെയിമുകൾ ഉൾപ്പെടെ പല മേഖലകളിലും VR സാധ്യമായിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ എന്തിനാണ് കരയുന്നത് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. എന്നാൽ സാങ്കേതിക വിദ്യയിലൂടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും പ്രതികരിക്കുന്നതിനും നമ്മൾ ഒരുപാട് മുന്നിലാണ്.
സൗണ്ട് പോലുള്ള കമ്പനികൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വിവർത്തനം ചെയ്യാനായി ഇതിനോടകം ഡിവൈസുകൾ കണ്ടെത്തി കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരുടെ അടുത്ത് ഈ ഡിവൈസ് കൊണ്ടുചെന്നാൽ കുഞ്ഞെന്തു പറഞ്ഞാണ് കരയുന്നത് എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരും. 1992 സിംസന്റെ ഒരു എപ്പിസോഡിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മനസ്സിലാക്കാൻ ഒരു ട്രാൻസ്ലേറ്റർ കണ്ടുപിടിക്കുന്നതായി കാണാം. അവരുടെ കുട്ടി സംസാരിക്കുന്ന കാര്യം ആ നിമിഷം തന്നെ ആ ഡിവൈസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതായി നമുക്ക് കാണാനാകും. It measures the pitch, the frequency, and the urgency of a baby's cry. സിംസന്റെ ഒരു എപ്പിസോഡിൽ ബാർട്ട് എന്ന ക്യാരക്ടറിന് ഒരു ഹോളോഗ്രാം സന്ദേശം ലഭിക്കുന്നു. തന്റെ ബാൻഡിനെ ഒരു ക്ലബിൽ അവതരിപ്പിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശമായിരുന്നു അത്. Hey Dingus, your band can play at my club tonight. പ്രകാശത്തിന്റെ ഇന്റർഫറൻസ് പാറ്റേൺ രേഖപ്പെടുത്തി 3D ഇമേജ് സൃഷ്ടിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാഫി. ഭാവിയിൽ ബിസിനസ് മീറ്റിംഗ് മുതൽ മെഡിക്കൽ കൺസൾട്ടേഷൻ വരെയുള്ള വിവിധ ക്രമീകരണങ്ങളിൽ ഹോളോഗ്രാമുകൾ ഉപയോഗിക്കാം. ഇത് ഇപ്പോഴും നടന്നിട്ടില്ലാത്ത സിംസൺ പ്രവചനങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ തള്ളിക്കളയാനുമാവില്ല. ട്രീ ഹൗസ് ഓഫ് ഹൊറർ എന്ന എപ്പിസോഡിൽ സ്പ്രിംഗ്ഫീൽഡിലെ ആളുകൾക്ക് വൈറസ് ബാധിച്ച ബർഗർ കഴിക്കുന്നതിലൂടെ ഒരു രോഗം പിടിപെടുന്നതായി കാണാം. അത് അവരെ സോംബികളെ പോലെയുള്ള ജീവികളാക്കി മാറ്റുന്നതായും ഈ എപ്പിസോഡിൽ കാണാനാകും. ഈ സീരീസിലെ 30ഓളം എപ്പിസോഡുകൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചു എന്ന വസ്തുത കണക്കിലെടുത്താൽ ഈ രംഗങ്ങൾ വെറും ഫിക്ഷൻ സൃഷ്ടികളായി കണക്കാക്കാൻ നമുക്ക് പ്രയാസമാണ്. 2024 എല്ലാം എങ്ങനെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. യഥാർത്ഥ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിംസൺ പ്രവചനങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇത് വെറും ഒരു കോയിൻസിഡൻസ് മാത്രമാണോ?